ഹേ ഗായ്സ്, വെൽക്കം ടു Zego വ്ളോഗ്സ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഹുവാവേ P30 ലൈറ്റിൻ്റെ ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത് വരുന്നത് 48 മെഗാ പിക്സൽ AAA ക്യാമറ ഇതിന് വരുന്നുണ്ട്. പിന്നെ ബാക്കി സ്പെസിഫിക്കേഷൻസ് ഞാൻ ഇത് അൺബോക്സ് ചെയ്തതിൻ്റെ ശേഷം പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള സെറ്റിൽ 128 GB റോമും അതേപോലെ 6 GB റാമും ആണുള്ളത്. പിന്നെ ഇതിൻ്റെ കളറ് പീക്കോക്ക് ബ്ലൂ കളറാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള സെറ്റിൻ്റെ. പിന്നെ വേറെ കളേഴ്സ് പറയുമ്പോൾ മിഡ് നൈറ്റ് ബ്ലാക്കും അതേപോലെ പേൾ വൈറ്റും ആണുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം. ഇതാ നമ്മുടെ സെറ്റ് ഫസ്റ്റ് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സെറ്റ് വരുന്നത്. തൊട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണെന്ന് ഫീൽ ചെയ്യില്ല. എന്തായാലും നമ്മുടെ സെറ്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ സെറ്റിൻ്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു അടിപൊളി റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ബാക്കിൽ വരുന്നത്. ഗ്ലാസ് മെറ്റീരിയലാണെന്ന് തന്നെ തോന്നുന്നു. പിന്നെ അതിൻ്റെ സ്ലിം കാര്യങ്ങൾ പറയുമ്പോൾ ഡെപ്ത് ആകെ വരുന്നത് 7.44 mm ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 ക്യാമറയും അതേപോലെ ഒരു ഫ്ലാഷും പിന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറുമാണ് വരുന്നത്. ഇതിൽ ക്യാമറയിൽ ഫസ്റ്റത്തേൽ ഒരു 48 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും പിന്നെ രണ്ടാമത്തെ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും പിന്നെ മൂന്നാമത്തെ 2 MB ഒരു ഡെപ്ത് സെൻസറാണ് വരുന്നത്. പിന്നെ വേറെ ഇതിൻ്റെ വേറൊരു വേർഷനിൽ 24 മെഗാ പിക്സലാണ് 48 മെഗാ പിക്സലിൻ്റെ പകരം വരുന്നത്. പിന്നെ നമ്മുടെ സിം പോർട്ടൊക്കെ വരുന്നത് മേലെയാണ്. പിന്നെ ചാർജിങ് പോർട്ടും അതേപോലെ സ്പീക്കർ, ഹെഡ്സെറ്റ് ജാക്കറ്റ് 3.5 mm ഒരു ഹെഡ്സെറ്റ് ജാക്കറ്റും വരുന്നത് അടിയിലാണ്. പിന്നെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത് 3340 mAh ഒരു ബാറ്ററി, പിന്നെ 8 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. പിന്നെ വരുന്ന കൈറിൻ 710 ചിപ്സെറ്റാണ് വരുന്നത്, ഒക്ടാകോർ പ്രോസസ്സറും. അതുകൊണ്ട് 6 GB റാമും ആയതുകൊണ്ട് തന്നെ ഒരു അടിപൊളി പെർഫോമൻസ് തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ബാക്കിയുള്ള ആക്സസറീസും കൂടി നോക്കി നോക്കാം. ഇതിലിപ്പോൾ വരുന്നത് നമ്മുടെ സെറ്റിന് വേണ്ടിയുള്ള ഒരു മൊബൈൽ കവർ വരുന്നുണ്ട്. ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള മൊബൈൽ കവറാണ് വരുന്നത്, നമ്മുടെ കമ്പനി തന്നെ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സിം പോർട്ടിന് വേണ്ടിയിട്ടുള്ളൊരു പിന്ന് കാണാം. പിന്നെ നമ്മുടെ യൂസർ മാനുവൽ. പിന്നെ നേരത്തെ പറയാൻ വിട്ടു, നമ്മുടെ ഫോണിന് വരുന്നത് ആൻഡ്രോയിഡ് 9 Pie EMI 9.0 OS ആണ് ഇതിന് വരുന്നത്. പിന്നെ നമ്മുടെ ആക്സറീസിൻ്റെ ഒപ്പം നമ്മുടെ ഡാറ്റ കേബിൾ, ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കേബിൾ. നമ്മുടെ ഈ ചാർജർ ഉപയോഗിക്കുമ്പോൾ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. 8 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും. പിന്നെ നമ്മുടെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റർ. പിന്നെ നമ്മുടെ ഹെഡ്സെറ്റ്, ഒരു കുഴപ്പമില്ലാത്തൊരു ഹെഡ്സെറ്റും ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഈ ഫോണിൻ്റെ സ്പീക്കർ തന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാമറയുടെ കാര്യങ്ങൾ പറയാമെന്ന്. അപ്പോൾ നമ്മുടെ സെറ്റിൽ വരുന്നത് 48 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 MB ഡെപ്ത് സെൻസറുമാണ് വരുന്നത്, നേരത്തെ പറഞ്ഞു. പിന്നെ ഇതിൽ 48 മെഗാ പിക്സലിൻ്റെ പകരം 24 മെഗാ പിക്സലാണ് വരുന്നത്. പിന്നെ നമ്മൾ സെൽഫിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നില്ല. സെൽഫിയിൽ വരുന്നത് 32 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയാണ് വരുന്നത്. അല്ലാത്ത വെർഷൻസിൽ 24 മെഗാ പിക്സൽ വൈഡുമാണ് വരുന്നത്. പിന്നെ വീഡിയോ വരുന്നത് 1080p at 13 FPS ആണ് വരുന്നത്. പിന്നെ റിയർ ക്യാമറ മോഡ്സിൽ നമ്മുടെ അതിൽ കുറച്ച് മോഡുകൾ കാര്യങ്ങളും വരുന്നുണ്ട്. അതിലിപ്പോൾ അഡീഷണലായിട്ടൊക്കെ തോന്നിയത് 3D പനോരമ അതാണ്. പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഫോണുള്ള പോലെ തന്നെ വൈഡ് ആംഗിൾ ലെൻസ്, നൈറ്റ്, പോർട്രേറ്റ്, പ്രോ, സ്ലോ മോഷൻ, പനോരമ, ലൈറ്റ് പെയിൻറ്റിങ്, HDR, ടൈം ലാപ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ മൊത്തം റിവ്യൂ ഞാനിപ്പോൾ പറയാം. ഈ സെറ്റിന് വരുന്നത് ഏതൊരു ഭാഗത്തു കൂടെ നോക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബാറ്ററി അല്ലാത്ത മറ്റു കാര്യങ്ങളിലെല്ലാം ഇത് മികച്ചത് തന്നെയാണ് നിൽക്കുന്നത്.
ക്യാമറയുടെ ഭാഗത്തേക്ക് കൂടെ നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സൽ ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ ഭാഗത്തേക്ക് കൂടെ നോക്കുമ്പോൾ ക്യാമറ നല്ലൊരു ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ വ്ളോഗിങ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണെങ്കിൽ 1080p at 30 FPS വീഡിയോ ക്യാമറ വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗെയിമിങ് കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഒരു 6GB റാം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ വിഷ്വലും കാര്യങ്ങളും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം 6.15 ഇഞ്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ 1080x2312px മാക്സിമം റെസൊല്യൂഷനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷ്വലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി തന്നെ ഉണ്ട്. 3314 mAh ഒരു ബാറ്ററിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററിയാണ്. നമ്മുടെ Huawei P30 ലൈറ്റ് റേറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോഴാണ് ഇതിന് കുറച്ച് ബാക്കിലോട്ട് പോകുന്നത്. കാരണം ചില ഫോണുകൾ നമുക്ക് ഇതിനായിട്ടും കുറഞ്ഞ റേറ്റിൽ ഇതേ ഫീച്ചേഴ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ റെഡ്മി നോട്ട് 8 പ്രോ അതേപോലെ സാംസങ് M30s പോലത്തെ ഫോണുകൾ നമുക്ക് ഏകദേശം ഇതേ ഫീച്ചേഴ്സായിട്ട് തന്നെ ഇതിനായിട്ട് റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. അതിൽ തന്നെ സാംസങ് M30s തോന്നുന്നു ഒരു 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇതിൽ 3000 സംതിങ് ആണ് mAh ബാറ്ററിയാണ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഫീച്ചേഴ്സിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, എന്നാൽ റേറ്റ് കുറവാണ് അതിന്. അപ്പോൾ ആ ഫോണാണ് ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി നല്ലത് എന്ന് എനിക്ക് തോന്നി. ബാക്കിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാലാണ് അറിയുള്ളൂ. എന്തായാലും നമ്മുടെ റേറ്റിൻ്റെ കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ Huawei P30 ലൈറ്റ് നല്ലൊരു ഫോണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും.